ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തെങ്ങിൻ്റെ തടമെടുപ്പും അതിന് ഇടുന്ന വളത്തെക്കുറിച്ചുമാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കേ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് തേങ്ങ, അല്ലേ? എന്നും നമ്മുടെ മലയാളികൾക്കാണെങ്കിൽ എന്നും എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഒരു തേങ്ങയുടെ ഒരു കറിയെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ തെങ്ങിന് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന്? തെങ്ങിന് നമ്മൾ ആവശ്യത്തിനുള്ള വളമൊന്നും കൊടുക്കുന്നതുമില്ല. എങ്കിൽ നമുക്ക് തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടുകയും വേണം. ഇപ്പം എല്ലാവരുടെയും ഒരു പരാതിയാണ്, തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഒന്നിലും തേങ്ങയില്ല, എല്ലാത്തിൻ്റെയും മണ്ടയൊക്കെ പോയി നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും നമുക്ക് തേങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ വളങ്ങൾ നമ്മൾ കൊടുത്തേ മതിയാകും. തെങ്ങിന് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്തെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടുകയുള്ളൂ. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടവം മിഥുന മാസത്തിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് തെങ്ങിൻ്റെ തടമൊക്കെ തുറന്നിട്ട് അതിന് നല്ലതുപോലെ വളമിട്ട് കൊടുക്കണം. തെങ്ങിൻ്റെ തടമൊക്കെ എടുത്ത് എന്ത് വളം വേണമെങ്കിലും നമുക്ക് തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇടാം. നല്ലതുപോലെ തടമെടുക്കുക. അതിൽ ചാണകം, ചാരം, എല്ലുപൊടി, കുമ്മായം, ഉപ്പ്, ജൈവവളം എന്ത് വേണമെങ്കിലും നമുക്ക് തെങ്ങിൻ്റെ മൂട്ടിൽ ഇടാം. 1 കിലോ കുമ്മായം തെങ്ങിൻ്റെ മൂട്ടിലിടാം. അതുപോലെ 1 കിലോ എല്ലുപൊടി, 1 കിലോ ഉപ്പ് എന്നുള്ള കണക്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകത്തിനും ചാരത്തിനും ഒരു കണക്കുമില്ല, അത് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ തടം എടുത്തിട്ട് ഈ വളമെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മൂടൊക്കെ വെട്ടി മൂടി ഇടാറുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ സൈഡിൽ തടം തുറന്നിട്ട് വളം അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ കോയമ്പത്തൂർ സൈഡിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ വളമൊക്കെ ഇട്ടിട്ട് വെട്ടി മൂടി ഇട്ടേക്കുന്നത് കാണാൻ സാധിക്കും. തന്നെയല്ല, അവർ നനയ്ക്കുകയും ചെയ്യും. അവരുടെ തെങ്ങിൻ തോപ്പിലൂടെയൊക്കെ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, നീർച്ചാലുകൾ അവർ കെട്ടിയിട്ടുണ്ട്. എപ്പോഴും വെള്ളം അങ്ങനെ തെങ്ങിൻ തോപ്പിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. അത് നല്ലതുപോലെ തേങ്ങ പിടിക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലെ തെങ്ങ് മാതിരിയൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ തെങ്ങോലയൊക്കെ കണ്ടാൽ ഭയങ്കര കഷ്ടം തോന്നും. അവരുടെ തെങ്ങിൻ്റെ ഓലയൊക്കെ കണ്ടാൽ ഇപ്പോഴും നല്ല പച്ചപ്പാണ്. അതുപോലെ തന്നെ നല്ല കാഫലവും കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ വളമൊക്കെ ചെയ്യുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കോഴിവളം, കോഴിക്കാഷ്ടം നല്ല വളമാണ് തെങ്ങിന്. അത് നല്ല ഈ മഴ സമയത്ത് ഇടവം മിഥുന മാസത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കോഴിക്കാഷ്ടം ചൂടായതുകൊണ്ടാണ് പറയുന്നത് നല്ല മഴ സമയത്ത് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇത് ആവർത്തിക്കണം. നമ്മൾ ഈ വർഷം ഇടുന്നത് 3 വർഷം കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പം മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണമാണ് ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ തേങ്ങ വാങ്ങിക്കുന്നത് ഓർക്കുമ്പോഴേ ഒരു വിഷമമാണ്. കഴിവിൻ്റെ പരമാവധി ഞാൻ വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വളപ്രയോഗമൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെങ്ങിന് ഇടുന്ന വളം എങ്ങനെ അളവൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. 1 കിലോ എല്ലുപൊടി, 1 കിലോ കുമ്മായം, 1 കിലോ ഉപ്പ്, 1 കിലോ ജൈവവളം. ചാണകം എത്ര ഉണ്ടോ അത് നമുക്ക് അത്രയും ഇടാം. അതുപോലെ തന്നെ ചാരവും അതുപോലെ തന്നെ ഇടാവുന്നതാണ്. പിന്നെ അയ്യത്തൊക്കെ കരിയില ഉണ്ടെങ്കിലോ പച്ചില ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ടിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് തന്നെ നമ്മുടെ അയ്യത്ത് ഉണ്ടാക്കിയെടുക്കാണ്ട് സാധിക്കും. അപ്പം തേങ്ങയൊക്കെ കണ്ടില്ലേ, ഇപ്പം പച്ച തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് അതും മായമാണ്. അതും സൾഫർ ഏതാണ്ടൊക്കെ ഇട്ട് തീ കത്തിച്ചിട്ട് പച്ച തേങ്ങയെ ഉണങ്ങിയ തേങ്ങയാക്കി മാറ്റുന്ന രീതിയൊക്കെയാണുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ള തെങ്ങ് വേണ്ടുന്ന രീതിയിൽ സംരക്ഷിച്ചാൽ നമുക്ക് വേണ്ടുന്നതായ തേങ്ങ നമ്മുടെ അയ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.